ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ സാരമായി ബാധിക്കും. വളരെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമാധാനമാണ്. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അതൊരിക്കലും ഒരു നഷ്ടമല്ല. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല. അത് സ്നേഹമായാലും. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം നൽകും. മനസ്സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല. കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. ചില വൃക്ഷങ്ങൾ അങ്ങനെയാണ്. സ്വയം വെയിൽ കൊണ്ട് മറ്റുള്ളവർക്ക് തണൽ നൽകും. കല്ലെറിഞ്ഞാലും തിരിച്ചു നൽകുന്നത് പഴങ്ങളായിരിക്കും. മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് ചില നന്മ മരങ്ങൾ. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും ജീവിതപാതയിൽ കാലിടറി വീണവർക്ക് താങ്ങും തണലും ആകാൻ ശ്രദ്ധ കാണിക്കുന്നവർ. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. അവ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങും. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ്. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല. എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും. എല്ലാ തിരക്കുകളും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെ എല്ലാം നമ്മളെ പൂർണ്ണമായും അറിയുന്നവർക്ക് നൽകുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരം പോക്ക് മാത്രമായിരിക്കും. ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ്. നനച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും. കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷെ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരെയല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. ഒരു മരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു തീപ്പെട്ടിക്കോലിന് 1,00,000 മരങ്ങൾ കത്തിക്കാനും കഴിയും. നിങ്ങളുടെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തയ്ക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും.
അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും.